ഇന്ന് പലരും സുവിശേഷം എന്ന പേരിൽ പറഞ്ഞു വരുത്തുന്നത് വളരെ ദുർവിശേഷം തന്നെയാണ്. രക്ഷകനായ ദൈവത്തെ ശിക്ഷകനാക്കി കാണിക്കുന്നു. കണ്ണുനീർ മാറ്റുന്നവനെ കണ്ണുനീർ തരുന്നവനാക്കി മാറ്റുന്നു. സൗഖ്യദാതാവിനെ രോഗം തരുന്നവനാക്കി ഇന്ന് പലരും ചിത്രീകരിച്ച് കാണിക്കുന്നു. ഇന്ന് പലരും പറയും പ്രോസ്പെരിറ്റിയെ കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ യേശുവിന്റെ സുവിശേഷം പ്രദാനം ചെയ്യുന്നത് പ്രോസ്പെരിറ്റി തന്നെയാണ്. പ്രോസ്പെരിറ്റി തന്നെയാണ്. ആത്മാവിന്റെ പ്രോസ്പെരിറ്റി, മനസ്സിന്റെ പ്രോസ്പെരിറ്റി, ഹൃദയത്തിന്റെ പ്രോസ്പെരിറ്റി, അവസ്ഥകളുടെ പ്രോസ്പെരിറ്റി, എല്ലാ തരത്തിലുള്ള രക്ഷയും അടങ്ങുന്നത് തന്നെയാണ്. ഒരു ടോട്ടൽ രക്ഷ തന്നെയാണ് യേശുവിന്റെ സുവിശേഷം. ഇന്ന് പലരും നിത്യജീവനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം ദൂരെ ഇരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അകലെയായിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു തരത്തിലാണ് ഈ ഒരു സുവിശേഷത്തെ പലരും അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ന് പലരും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന്, ബൈബിളിലെ പറഞ്ഞിരിക്കുന്ന ദൈവം ഏകദൈവമാണ്. ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം, സുവിശേഷം എന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ മെസ്സേജുകളിൽ ഉപയോഗിക്കുന്നത് സുവിശേഷം എന്ന് തന്നെയാണ്. കാരണം പറഞ്ഞ് പഴകി സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് ആണ്, നല്ല വർത്തമാനമാണ്, സദ്വർത്തമാനമാണ് എന്നുള്ള കാര്യം പലരും മറന്നേ പോയിരിക്കും. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് എന്നതാണ്. എന്താണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് എന്ത് തരത്തിലുള്ള വർത്തമാനമാണ് ഈ സുവിശേഷം? എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള സുവിശേഷമാണോ പ്രചരിപ്പിക്കേണ്ടത്? യേശു എന്താണ് പറഞ്ഞത്? യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി സകല ജാതിയോടും സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല ജാതിയോടും സുവിശേഷം പ്രസംഗിക്കുക. എന്ത് തരത്തിലുള്ള കാര്യമാണ് പറയേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് പലരും പറയുന്നതാണ് പ്രോസ്പെരിറ്റിയെ കുറിച്ച് സംസാരിക്കരുത്, നിത്യജീവനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. അതാണ് സുവിശേഷം എന്നുള്ളത്. അങ്ങനെയാണോ സുവിശേഷം എന്ന് പറഞ്ഞാൽ? പലരുടെയും ജീവിതത്തിൽ പലതരത്തിലാണ് അവർക്ക് ഉതകുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നനഞ്ഞ കൂരയുടെ കീഴിലിരിക്കുന്ന ഒരാളോട് ദൈവം ഒരുപാട് വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ലഭിക്കും, അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ആൾക്ക് സുവിശേഷമാകുന്നില്ല. അത് അവർക്ക് സുവിശേഷമല്ല. അത് സുവിശേഷമാണ് എങ്കിലും ആ ആളുടെ അവസ്ഥയിൽ അവർക്കത് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, രോഗത്തിൽ വേദനകൾ കൂടി കടന്നു പോകുന്ന രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരാളോട് ഒരാൾ വന്ന് പറയുകയാണ്, സഹോദര സഹോദരി, ദൈവം നിത്യ ജീവൻ, നല്ല ജീവൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുക. വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന ഒരാൾക്ക് അത് ഒരിക്കലും സുവിശേഷമാകുന്നില്ല. അതവർക്ക് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അവർക്കത് കേട്ടാൽ അത് സുവിശേഷമാകത്തില്ല. ഇവിടെയാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. ഇവിടെയാണ് യേശു പലരെയും പല തരത്തിൽ സ്പർശിക്കുന്നു. അവർക്ക് വേണ്ട രീതിയിൽ അവൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവരുടെ ജീവിതത്തെ സ്പർശിക്കാൻ അവർക്കുതകുന്ന രീതിയിൽ, അവർക്ക് വേണ്ട രീതിയിൽ അവൻ ഓരോരുത്തർക്കും വേണ്ടി രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് അവൻ അവരെ സുവിശേഷം കേൾപ്പിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബൈബിളിലെ 2-3 ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ടാക്സ് കളക്ടറായ അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്ന മത്തായിയോട് യേശു ഒരു വർത്തമാനം പറയുന്നു. കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക. നമ്മളാരും സാധാരണയായിട്ട് കേൾക്കാത്തൊരു പദമാണ് ചുങ്കക്കാരനായ മത്തായി. സുവിശേഷം എഴുതിയ മത്തായി അല്ലെങ്കിൽ അപ്പോസ്റ്റൽ മാത്യു എന്നുള്ള രീതിയിലാണ് നമ്മൾ മത്തായിയെ അറിയുന്നത്. പക്ഷേ യേശുവിൻ്റെ ആ ഒരു മൊഴികൾ കേൾക്കുന്നതിന് മുമ്പ്, യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് മത്തായിയുടെ ജീവിതം മറ്റൊരു തരത്തിലുള്ള ജീവിതമായിരുന്നു. പക്ഷെ മത്തായിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച, മത്തായിയെ യേശുവിൻ്റെ ഡിസൈപ്പിൾ ആക്കിയ ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക എന്നുള്ളതായിരുന്നു.
അത് കേട്ടനുസരിച്ചത് കൊണ്ട് മത്തായിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ചുങ്കക്കാരനെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ചുങ്കക്കാരനായ സക്കായി. ചുങ്കം പിരിച്ച് എല്ലാവരാലും പരിഹസിക്കപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവരായാലും കുറ്റപ്പെടുത്തിയ ആ ഒരു സക്കായിയുടെ ജീവിതത്തിൽ യേശു കടന്നു വരുന്നതും ഇതുപോലെ ഒരു സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ്. സക്കായിയെ, നീ ഇങ്ങ് ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിലാണ് അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് വരുന്നത്. ആ സുവിശേഷം കേട്ട്, യേശുവിൻ്റെ വാക്കുകൾ കേട്ട് സക്കായിയുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. ചതിവായിട്ട് വാങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പല മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കാം എന്ന് സക്കായി പറയുകയാണ്. സക്കായിയുടെ ജീവിതത്തിന് വലിയ മാറ്റം വരികയാണ്. സക്കായി കേട്ട സുവിശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള സുവിശേഷമായിരുന്നു. യേശുവിൻ്റെ മൊഴികൾ, യേശു പലരുടെയും ജീവിതത്തിൽ പലതരത്തിലാണ് വരുന്നത്. ഇതുപോലെ മറ്റൊരാളെ പരിചയപ്പെടുത്താനുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് പാപിനിയായ സ്ത്രീ. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ വന്ന് അവൻ്റെ കാൽ കഴുകി അവളുടെ തലമുടി കൊണ്ട് അവൻ്റെ കാല് തുടച്ചു നിൽക്കുമ്പോൾ ഇത് കേൾക്കുന്ന ശിമയോൻ എന്ന പരീശൻ തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത്ര പാപിനിയായ സ്ത്രീയെ ഇവൻ എന്തുകൊണ്ട് തന്നെ സ്പർശിക്കാൻ അനുവദിക്കുന്നു. ഇത് മനസ്സിലാക്കിയ യേശു ആ ആളോട് പറയുന്നുണ്ട്, അവളെ പ്രശംസിക്കുകയാണ്, നീ ചെയ്യാത്തത് ഇവളെനിക്ക് ചെയ്തു തന്നു. പാപം നീക്കാൻ കഴിയുന്ന ദൈവം തന്നെയാണ് തൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായത് കൊണ്ട് പിന്നീട് യേശു അവളോട് പറയുകയാണ്, നീ വിശ്വസിച്ചത് കൊണ്ട് നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു. അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച സുവിശേഷമാണ് അവളെന്ന് കേട്ടത്. തൻ്റെ പാപത്തെ അവൻ മോചിച്ചിരിക്കുന്നു. പലതരത്തിലാണ് ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. അവൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിൽ തന്നെയാണ്. ഇന്നതാണ് സുവിശേഷം, ഇന്നതാണ് പറയേണ്ടത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ അവസ്ഥകളിലുമൊക്കെ അവൻ സുവിശേഷം കേൾപ്പിച്ച് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. പലതരത്തിലാണ് അവൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത്. ഇന്ന് പലരും പറയും പ്രോസ്പെരിറ്റിയെ കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ സുവിശേഷം പ്രദാനം ചെയ്യുന്നത് പ്രോസ്പെരിറ്റി തന്നെയാണ്. പ്രോസ്പെരിറ്റി തന്നെയാണ്. ആത്മാവിൻ്റെ പ്രോസ്പെരിറ്റി, മനസ്സിൻ്റെ പ്രോസ്പെരിറ്റി, ഹൃദയത്തിൻ്റെ പ്രോസ്പെരിറ്റി, അവസ്ഥകളുടെ പ്രോസ്പെരിറ്റി. നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഹൃദയത്തെയും നിങ്ങളുടെ അവസ്ഥകളെയും നിങ്ങളുടെ ആത്മാവിനെയും ഒക്കെ മാറ്റിമറിക്കുന്നതാണ് യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇതൊരു ടോട്ടൽ ചേഞ്ച് തന്നെയാണ്. പൂർണ്ണമായിട്ടും അവൻ നിങ്ങളെ മാറ്റുന്ന ആ ഒരു അവസ്ഥ, അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഗോസ്പൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വചന ശുശ്രൂഷ അല്ലെങ്കിൽ വചന പ്രഘോഷണം എന്നൊക്കെ പറയാനൊന്നും ആർക്കും കഴിയത്തില്ല. കേൾക്കുന്നവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും കേൾപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് അവന് വേണ്ടി വേല ചെയ്യാൻ പലരും ഉണ്ടാകണമെന്നും അവര് പറയുന്നത് ശരിക്കുമുള്ള സുവിശേഷമാകണമെന്നും യേശു ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കുക. പ്രത്യേകിച്ച് ഇന്നത് പ്രസംഗിക്കണം എന്നല്ല യേശു പറഞ്ഞത്. കാരണം അവനറിയാം, അപ്പച്ചനറിയാം, അപ്പച്ചൻ്റെ മക്കള് പലതരത്തിലുള്ള അവസ്ഥകളായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള അവസ്ഥകളിൽ കിടക്കുന്ന അവരെ, കുഴിയിൽ കിടക്കുന്ന തൻ്റെ മക്കളെ കണ്ടാൽ അവിടെ നിൽക്കുന്ന അവന് അവരോടൊക്കെ സംസാരിക്കാൻ, അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനുതകുന്ന വചനം പലരുടെയും ഒക്കെ വായിൽ കൂടി അവൻ കേൾപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വിശേഷമാണ്, സുവിശേഷമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും മനസ്സിലാക്കാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണ് യെഹെസ്കേലിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങളെല്ലാവരും ആ വാക്യം വായിക്കുക. എന്ത് തരത്തിലുള്ള രക്ഷയാണ് അവന് പല തരത്തിൽ പ്രദാനം ചെയ്യുന്നത്. കാണാതെ പോയതിനെ അന്വേഷിക്കുകയും ഓടിച്ചു വിട്ടതിനെ തിരിച്ചു കൊണ്ടുവരികയും ചതഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം ബാധിച്ചതിനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. പലതരത്തിലുള്ള രക്ഷയാണ്. ഇതേ രക്ഷ തന്നെയാണ് യഹോവ മനുഷ്യനായി വന്ന യേശു എന്ന രൂപത്തില്, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്ത് സത്യ ഏകദൈവം ഇതേ രക്ഷയാണ് യേശുവിൽ കൂടി കാണിച്ചത്. ഇന്ന് പലർക്കും യേശു വെറും സൗഖ്യം കൊടുത്തു എന്നുള്ളതാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ സൗഖ്യം കൊടുത്തതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് പലതരത്തിലാണ് യേശു എല്ലാവരെയും സ്പർശിച്ചിരിക്കുന്നത്.
ഇതൊക്കെ ഡീപ്പായിട്ട് ചിന്തിച്ച് വചനത്തിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, നിങ്ങൾ എന്താണ് കേട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷമാണോ നിങ്ങൾ കേൾക്കുന്നത്? ഇന്ന് പലരും സുവിശേഷം എന്ന പേരിൽ പറഞ്ഞു വരുത്തുന്നത് വളരെ ദുർവിശേഷം തന്നെയാണ്. രക്ഷകനായ ദൈവത്തെ ശിക്ഷകനാക്കി കാണിക്കുന്നു. കണ്ണുനീർ മാറ്റുന്നവനെ കണ്ണുനീർ തരുന്നവനാക്കി മാറ്റുന്നു. സൗഖ്യദാതാവിനെ രോഗം തരുന്നവനാക്കി ഇന്ന് പലരും ചിത്രീകരിച്ച് കാണിക്കുന്നു. ഹൃദയം തകർന്നവനെ ഹൃദയം തകർക്കുന്നവനാക്കി പലരും ഇന്ന് ചിത്രീകരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് ദുർവർത്തമാനമാണോ സദ്വർത്തമാനമാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വെളിച്ചം കാണിക്കുന്നതാണ് സുവിശേഷം. ഹോപ്പ്ലെസ് ആയിരിക്കുന്നവർക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവർക്ക് അവരുടെ മുമ്പിൽ പ്രതീക്ഷ വരുത്തുന്നതാണ് യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നത് സുവിശേഷമായിരിക്കട്ടെ. ആ സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. ആ മാറ്റങ്ങൾ കണ്ട് ഭൗതികമായ മാറ്റങ്ങളിൽ കൂടിയാണ് ചിലരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് അവൻ വരികയാണ്. അവനെ ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയങ്ങളാക്കാൻ, അവനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളാക്കാൻ. അതുകൊണ്ട് സുവിശേഷം ഇന്ന് നിങ്ങൾ കൈക്കൊള്ളുക. എല്ലാ തരത്തിലുള്ള രക്ഷയും അടങ്ങുന്നത് തന്നെയാണ്, ഒരു ടോട്ടൽ രക്ഷ തന്നെയാണ് യേശുവിൻ്റെ സുവിശേഷം. ഇന്ന് പലരും നിത്യജീവനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം ദൂരെ ഇരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അകലെയായിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു തരത്തിലാണ് ഈ ഒരു സുവിശേഷത്തെ പലരും അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ന് പലരും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അവർക്ക് അടുത്തായിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ അപ്പം വേണ്ട ആ ഒരു രക്ഷയെക്കുറിച്ച് പ്രദാനം ചെയ്യുന്ന വചനങ്ങൾ അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. So fall in love with Jesus and fall in love with the സുവിശേഷം of God.